8 പ്രതികൾക്കാണ് ആ കേസിൽ ജീവപര്യന്തം തടവിന് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഈ കേസിന് തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെങ്കിലും നേരത്തെ ടി പി കേസിൽ പിടിയിലായ TK രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴി പ്രകാരമാണ് 2 പേരെ കൂടി പ്രതി ചേർത്തത്. അതിലൊരാളാണ് ഈ പറയുന്ന മനോരാജ് നാരായണൻ. കേസിലെ 1-ാം പ്രതി PK ഷംസുദ്ദീൻ, 12-ാം പ്രതി TP രവീന്ദ്രൻ. അവർക്ക് നേരത്തെ മരിച്ചുപോയവരാണ്. അതോടെ കേസിലെ പ്രതികളുടെ എണ്ണം ബാക്ക് ടു 10ലേക്ക് പിന്നെയും എത്തി. TK രജീഷ് 2-ാം പ്രതി, NV യോഗേഷ് 3-ാം പ്രതി, K ഷംജിത്ത് 4, PM മനോരാജ് 5, നെയ്യോത്ത് സഞ്ജീവൻ 6-ാം പ്രതി, പ്രഭാകരൻ 7, പത്മനാഭൻ 8, രാധാകൃഷ്ണൻ 9, പുതിയപുരയിൽ പ്രദീപൻ 11-ാം പ്രതി. അങ്ങനെ 8 പ്രതികൾക്കാണിപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ ഉണ്ടായിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളും വച്ചിരുന്നു. അരുൺ, ഈ പറയുന്ന കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സമൂഹത്തിൻ്റെ മനസാക്ഷി ഉയരുന്ന സമയമാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ദീർഘനാളായി കേരളത്തിലൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. നല്ല കാര്യം. അതങ്ങനെ തുടരാൻ ഒരു പ്രേരകമാകുന്നു ഓരോ കൊലപാതക കേസിലും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികളാവുന്നതാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാർ ഇരകളാവുന്നതാണെങ്കിലും ഓരോ ശിക്ഷാവിധിയും ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാവരുത് എന്നതിൻ്റെ സൂചന കൂടിയാണ്. അതിൻ്റെ വിധി പ്രസ്താവങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവുക. എപ്പോഴാണ് കോടതിയിൽ നിന്നും വിശദമായ വിധി പ്രസ്താവം പ്രതീക്ഷിക്കേണ്ടത്? അഷ്മി, തീർച്ചയായും സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വിധി അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമായി മാറണം എന്ന് തന്നെയാണ് പൊതുസമൂഹമാകെ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 മുതൽ 6 വരെ പ്രതികൾക്കും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള 3 പേർക്കും ഇതിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിൽ കേസിലെ 2-ാം പ്രതി TK രജീഷ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ്. അതോടൊപ്പം തന്നെ NV യോഗേഷ്, K ഷംജിത്ത്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ PM മനോരാജ്, അതോടൊപ്പം തന്നെ സജീവൻ, ഇവരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. ഇവർക്ക് ജീവപര്യന്തമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞവർ പ്രഭാകരൻ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ CPMൻ്റെ അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ആയിട്ടുള്ള പ്രാദേശിക നേതാവാണ്. KB പത്മനാഭൻ മുഴപ്പിലങ്ങാട്ടെ CPMൻ്റെ പ്രാദേശിക നേതാവാണ്. രാധാകൃഷ്ണനും പ്രാദേശിക നേതാവാണ്. ഇവർ 3 പേരെയും ഇവർക്ക് ഗൂഢാലോചന കുറ്റമാണ് തെളിഞ്ഞത്. നേരത്തെ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞതുപോലെ അത് ഈ കൊലക്കുറ്റത്തിന് തത്തുല്യമായിട്ടുള്ള കുറ്റകൃത്യം അവർ ചെയ്തിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറഞ്ഞാൽ അവർ കൊല ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമാവുന്നത്. 120B അതിൽ തെളിയുമ്പോൾ സ്വാഭാവികമായും ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അവർക്ക് ഉള്ള തത്തുല്യമായ സമാനമായ ശിക്ഷ അവർക്ക് കൂടി ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസിൽ 11-ാം പ്രതി പ്രദീപൻ, ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള നേരത്തെ മരിച്ചുപോയ ഷംസുദ്ദീനെ രക്ഷപ്പെടാൻ ശ്രമിച്ച, ഒളിവിൽ കഴിയാൻ ശ്രമിച്ച ഇതാണ് ഈ പ്രദീപിനെതിരെ തെളിഞ്ഞിട്ടുള്ള കുറ്റം. 11-ാം പ്രതിയാണ്. നേരത്തെ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ 10 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2012 TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ 2-ാം പ്രതി TK രജീഷിനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിനിടെയാണ് ഈ കേസിൽ കൂടി, അതായത് സൂരജ് വധക്കേസിൽ കൂടി താൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കുറ്റസമ്മത മൊഴിയായി നൽകുന്നത്. അത് TK രജീഷിന് മാത്രമല്ല PM മനോരാജും ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് TK രജീഷിൻ്റെ കുറ്റസമ്മത മൊഴിയാണ്. അതിനുശേഷമാണ് 2012 ഈ കുറ്റസമ്മത മൊഴി വരുന്നു. പിന്നീട് ഇതിലൊരു പുനരന്വേഷണം പോലീസ് നടത്തുന്നു. അതിനുശേഷം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചാണ് ഇതിൽ ഈ 2 പേരെ കൂടി പ്രതികളാക്കിയത്. അതിനുശേഷം ഈ വിചാരണ ഘട്ടത്തിൽ ഈ കേസിൽ 1-ാം പ്രതി ഷംസുദ്ദീനും അതോടൊപ്പം തന്നെ 12-ാം പ്രതി രവീന്ദ്രനും മരിക്കുന്നു. അങ്ങനെ കേസിൽ ആകെ 10 പ്രതികൾ. ഈ കേസിലെ 10-ാം പ്രതിയെ അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഈ കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മാത്രമല്ല ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള CPM നേതാക്കളായിട്ടുള്ള 3 പേരെയും ജീവപര്യന്തം ശിക്ഷിക്കുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോഴും ഈ കേസിൽ സൂരജിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ 19 വർഷം കാത്തിരുന്നു. അതായത് 20 വർഷം പൂർത്തിയാവാൻ ഇനി ഏകദേശം മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഇത്ര അനന്തമായി ഈ വിധി ലഭിക്കാൻ അല്ലെങ്കിൽ നീതി ലഭിക്കാൻ
കാത്തിരിക്കേണ്ട സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ സമാനമായിട്ടുള്ള നിരവധി കേസുകൾ, അതായത് 2010 ശേഷം 2015 കാലയളവിലൊക്കെ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇനിയും വിധി കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സാങ്കേതികമായ ചില കാരണങ്ങൾ പറയുന്നു. ഇതിൽ സൂരജിൻ്റെ മാതാവ് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ചതിന് ശേഷമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൊക്കെ ഇതിൽ നിയമിക്കുകയും അതിൻ്റെ വിചാരണ പിന്നീട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനൊക്കെ സാധിച്ചത്. എന്തായാലും അത് ഒരു ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകുമ്പോൾ ഈ അനന്തമായി ഈ കേസിൻ്റെ വിചാരണയൊക്കെ നീളുന്നത് അത് നല്ലതല്ല എന്ന് പൊതുവെ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഈ കേസിൻ്റെ വിധിയുടെ വിശദാംശങ്ങൾ എന്തായാലും അല്പസമയം 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂര്യനെ വെട്ടിക്കൊന്നു എന്ന കേസ് 2005 കഴിഞ്ഞ് ഇപ്പോൾ ഇന്നത്താണ് 2025 നിൽക്കുകയാണ്. 19 വർഷങ്ങൾ പൂർത്തിയാക്കി 20-ാം വർഷത്തിലേക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ആ ശിക്ഷാവിധി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഒരു കുറ്റകൃത്യത്തിനും അതിൻ്റെ ശിക്ഷാവിധിക്കും അല്ലെങ്കിൽ നീതി കിട്ടുന്നതിനിടയിലുള്ള ദീർഘമായ നിയമത്തിൻ്റെ കാലതാമസം കൂടി പറയുകയായിരുന്നു അരുൺ പൂപ്പറമ്പ.